ഹായ് സ്റ്റുഡൻസ്. ഇപ്പോൾ കീം ബി ആർക്കിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഒരു പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വന്നു. ഇനി നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് നാളെ വരുന്നതായിരിക്കും. അപ്പോൾ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റായിട്ട് വലിയ ചേഞ്ചസ് ഒന്നും ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ പല കുട്ടികളുടെയും റാങ്ക് പല റേഞ്ചിലായിരിക്കും. ഇപ്പോൾ അണ്ടർ 300 കിട്ടിയിട്ടുള്ള കുട്ടികളും അണ്ടർ 1000 കിട്ടിയിട്ടുള്ള കുട്ടികൾ, ഈ രണ്ട് രീതിയിലുള്ള കുട്ടികൾക്കുള്ള ഏതൊക്കെ കോളേജാണ് ചാൻസസ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാനിപ്പോൾ ബേസിക്കലി ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ റാങ്ക്സ് അണ്ടർ 100 എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള കുട്ടികൾക്ക് ഇപ്പോൾ എസ്പെഷ്യലി റിസർവേഷനും കൂടി ഉണ്ടെങ്കിലാണ് ചില കോളേജസിൽ കിട്ടുള്ളൂ. അപ്പോൾ റാങ്ക്സ് അണ്ടർ 100 വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ റാങ്ക്സ് അണ്ടർ 300 വരുന്ന കുട്ടികൾ ഒക്കെ ആയിരിക്കുമ്പോൾ അവർക്ക് കൂടുതലും ഗവൺമെൻറ് കോളേജസിൽ കിട്ടാനുള്ള ചാൻസ് ഹൈ ആണ്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഫീസ് വളരെ കുറവാണ്, റെപ്യൂട്ടേഷൻ കൂടുതലാണ്. പ്ലേസ്മെൻറ്റിനെ പറ്റി മറ്റു കാര്യങ്ങളും പറയുമ്പോഴും കൂടുതൽ നിൽക്കുന്ന കോളേജസാണ് കുട്ടികൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഗവൺമെൻറ് കോളേജസ് അങ്ങനത്തെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ കിട്ടാനുള്ള സാധ്യത 300 റേഞ്ചിലുള്ള കുട്ടികൾക്കാണ്. അത് കഴിയുമ്പോൾ ഒരു 1000 താഴെ വരുന്ന കുട്ടികളുടെ കാര്യമാണ് പറയാനുള്ളത്. അവരും ഈ പറയുന്ന 300 റാങ്കിലുള്ള കുട്ടികൾ നമ്മളൊരു വലിയ മാർക്ക് വ്യത്യാസം ഉണ്ടാവണമെന്നില്ല. പക്ഷേ എങ്കിൽ പോലും ചില അൺലക്കി ഫാക്ടേഴ്സ് കാരണങ്ങൾ കൊണ്ട് അവർക്ക് വിചാരിച്ച പോലെ സ്കോർ ചെയ്യാൻ പറ്റാത്ത കുട്ടികളായിരിക്കാം അവർ. അപ്പോൾ അവരിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് നല്ല കോളേജിൽ തന്നെ പഠിക്കണം എന്ന് ആഗ്രഹമുള്ള കുട്ടികളുണ്ടായിരിക്കും. അതല്ല, എനിക്ക് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യാനൊന്നും താല്പര്യമില്ല, കിട്ടുന്നൊരു കോളേജസിൽ സെലക്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികൾക്ക് സെലക്ട് ചെയ്യാൻ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ള കോളേജസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത് പ്രീവിയസ് ഇയറിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിൻ്റെ ബേസിസിലായിരിക്കും. അപ്പോൾ അത്തരം കുട്ടികൾക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ പറയുന്ന ഈ ഒരു വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ബേസ്ഡ് ഓൺ 3rd അലോട്ട്മെൻറ്റ് ലാസ്റ്റ് ഇയർ ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ തവണത്തെ അലോട്ട്മെൻറ്റിനെ പറ്റി പറയുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ബേസിക്കലി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 2nd അലോട്ട്മെൻറ്റും 3rd അലോട്ട്മെൻറ്റുമാണ് ആർക്കിടെക്ചറിന് ഉള്ള സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ്. അതിനുശേഷം നടക്കുന്ന അലോട്ട്മെൻറ്റുകളെല്ലാം സ്പോട്ട് അലോട്ട്മെൻറ്റ്, അതല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് സ്പോട്ട് അലോട്ട്മെൻറ്റ്, ആ രീതിയിലുള്ള അലോട്ട്മെൻറ്റ് ആയിരിക്കും. അപ്പോൾ അത്തരം അലോട്ട്മെൻറ്റിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് ഞാൻ ഈ ഒരു ഇതിൽ വരുത്തിയിട്ടില്ല. കാരണം അതൊക്കെ ചാൻസസ് നമുക്ക് ലക്കും കൂടി വരുന്ന കാര്യങ്ങളാണ്. അതായത് ഏതെങ്കിലും ഒരു കോളേജിൽ ഒരു കുട്ടി പെട്ടെന്ന് വേറൊരു കോഴ്സ് കിട്ടി പോകുന്നു, ആ സീറ്റ് വേക്കൻസി വരുന്നു, അന്ന് ആ കോളേജിൽ അവൈലബിൾ ആയിട്ടുള്ള കുട്ടികൾ വെച്ചിട്ട് ഹയസ്റ്റ് റാങ്കിലുള്ള കുട്ടിക്ക് ആ സീറ്റ് കൊടുക്കുന്നു. അതാണ് സ്പോട്ട് അലോട്ട്മെൻറ്റിൻ്റെ ഒരു ബേസിക് ക്രൈറ്റീരിയ. അപ്പോൾ അതുകൊണ്ട് സ്പോട്ട് അലോട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ ഈ ഒരു അനാലിസിസിൻ്റെ ഭാഗമാക്കി എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ ടോപ്പ് കോളേജ് CET-യിൽ സ്റ്റേറ്റ് മെറിറ്റ് 36, ഈഴവ 72, മുസ്ലിം 47, GC തൃശ്ശൂർ 163 സ്റ്റേറ്റ് മെറിറ്റ്, ഈഴവ 278, മുസ്ലിം കാറ്റഗറി 240, RIT കോട്ടയത്തിൽ സ്റ്റേറ്റ് മെറിറ്റ് 218, ഈഴവ 420, മുസ്ലിം 351, TKM കൊല്ലത്തിൽ സ്റ്റേറ്റ് മെറിറ്റ് 225, ഈഴവ 295, മുസ്ലിം 312. ഇതാണ് ഞാൻ 300 വരെ എന്ന് പറഞ്ഞത്. കാരണം TKM കൊല്ലത്തിൽ 312 വരെ വന്നു. ഇനി കോളേജ് ഓഫ് ആർക്കിടെക്ചർ ട്രിവാൻഡ്രമാണ് പ്രൈവറ്റ് കോളേജിൽ കഴിഞ്ഞ തവണ കമ്പാരിറ്റീവ്ലി ബെറ്ററായി പെർഫോം ചെയ്ത കോളേജസിലൊന്ന്. അപ്പോൾ അത് സ്റ്റേറ്റ് മെറിറ്റിൽ 569, ഈഴവ 820, മുസ്ലിം 636 ആണ് ലാസ്റ്റ് റാങ്ക് ആയിട്ട് വന്നിട്ടുള്ളത് കാറ്റ് ട്രിവാൻഡ്രത്ത്. അപ്പോൾ ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും, നമുക്ക് ഈ ഒരു റാങ്ക് കിട്ടിയിട്ടവർക്കൊക്കെ അവിടെ മെറിറ്റ് സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ തവണ. അപ്പോൾ പലരും മാനേജ്മെൻറ്റ് സീറ്റിനൊക്കെ ആയിട്ട് എന്നോട് വിളിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവരോട് ഈ ഒരു റേഞ്ചിൽ റാങ്ക് വരാൻ സാധ്യതയുള്ള കുട്ടികൾക്ക് ആ ഒരു മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ കാരണം ഇതാണ്. ഇനി MES കുറ്റിപ്പുറത്തിൽ സ്റ്റേറ്റ് മെറിറ്റ് 651, ആവനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ സ്റ്റേറ്റ് മെറിറ്റ് 779, MES കോളേജ് ഓഫ് ആർക്കിടെക്ചർ കക്കോടിയിൽ 1455, സീഡ് 1481, TKM എഴുകോണ് 1484. ഈ റേഞ്ചിലൊക്കെയുള്ള കുട്ടികൾക്ക് ഈ കോളേജസിലും സീറ്റ് കിട്ടിയിട്ടുണ്ടെന്നാണ് നമുക്കിത് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ റാങ്ക് അനുസരിച്ചിട്ട് ഏതൊക്കെ കോളേജസിലാണ് സീറ്റ് കിട്ടാൻ സാധ്യത എന്നതിനെ പറ്റിയിട്ട്. ഇനി കഴിഞ്ഞ തവണ ഈ ഒരു റാങ്കാണ് വന്നതെന്ന് വെച്ചിട്ട് ഇത്തവണ ഈ റാങ്ക് വരെ കിട്ടുക അങ്ങനെ റൂളൊന്നുമല്ല. കഴിഞ്ഞതിന് മുന്നത്തെ തവണത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന് മുമ്പും ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം അനലൈസ് ചെയ്ത് നോക്കുക. ഓരോ തവണയും വരുന്ന കോമ്പറ്റീഷൻ വ്യത്യാസം, ഇതൊക്കെ ഈ ഒരു ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേഷനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഓക്കെ, താങ്ക് യു.